മീഖ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 1-ാം 1 മുതലുള്ള വാക്യങ്ങൾ. യോഥാം, ആഹാസ്, യെഹെസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്യനായ മീഖയ്ക്കുണ്ടായതും അവൻ ശമര്യയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളുവീൻ. യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാന്തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമം നിമിത്തവും യിസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിന്റെ അതിക്രമം എന്ത്? ശമര്യയല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരുശലേമല്ലയോ? അതുകൊണ്ട് ഞാൻ ശമര്യയെ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും. ഞാൻ അതിന്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നുപോകും. അതിന്റെ സകല വേശ്യസമ്മാനങ്ങളും തീപിടിച്ചു വെന്തുപോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാസമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്. അവ വീണ്ടും വേശ്യാസമ്മാനമായി തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ചു മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ചു ഒട്ടകപ്പക്ഷികളെപ്പോലെ കരയും. അവരുടെ മുറിവ് പൊറുക്കാത്തതല്ലോ. അത് യഹൂദയോളം പരന്നു എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരുശലേമിനോളം എത്തിയിരിക്കുന്നു. അത് ഗത്തിൽ പ്രസ്താവിക്കരുത്, ഒട്ടും കരയരുത്. ബേത്ത് ആഫ്രയിൽ ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. ഷാഫീർ നഗരവാസികളെ, ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നുപോകുവീൻ. സയനാൻ നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേത്ത് ഏസേലിന്റെ വിലാപം നിങ്ങൾക്കവിടെ താമസിപ്പാൻ മുടക്കമാകും. യഹോവയുടെ പക്കൽ നിന്ന് യെരുശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കിയാൽ മാരോത്ത് നിവാസികൾ നന്മയ്ക്കായി കാത്തു പിടയ്ക്കുന്നു. ലാഖീഷ് നഗരനിവാസികളെ, തുരകങ്ങളെ രഥത്തിന് കെട്ടുവീൻ. അവർ സീയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു. യിസ്രായേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മോരെശേത്ത് ഗത്തിനു ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടിവരും. ബേത്ത് അക്സീബിലെ വീടുകൾ യിസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. മാരേശ നിവാസികളെ, കൈവശമാക്കുന്ന ഒരുത്തിനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും. യിസ്രായേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടിവരും. നിന്റെ ഓമനക്കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മൊട്ടയാക്കുക. കഴുകനെപ്പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ടു പ്രവാസത്തിലേക്കു പോയല്ലോ. മീഖ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 2-ാം 1 മുതലുള്ള വാക്യങ്ങൾ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു. അവർ വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ വംശത്തിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കയില്ല, നിവർന്ന് നടക്കയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. അന്നാളിൽ നിങ്ങളെക്കുറിച്ച് ഒരു പരിഹാസവാക്യം ചൊല്ലുകയും ഒരു വിലാപം വിലപിക്കുകയും ചെയ്തു. കഥ കഴിഞ്ഞു, നമുക്ക് പൂർണ്ണസംഹാരം ഭവിച്ചിരിക്കുന്നു. അവൻ എന്റെ ജനത്തിന്റെ ഓഹരി മാറ്റിക്കളഞ്ഞു. അവൻ അത് എന്റെ പക്കൽ നിന്നു എങ്ങനെ നീക്കിക്കളയുന്നു? വിശ്വാസത്യാഗികൾക്കു അവൻ നമ്മുടെ വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ നിനക്ക് ആരുമുണ്ടാകയില്ല. പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു. ഇവയെക്കുറിച്ചു അവർ പ്രസംഗിക്കേണ്ടതല്ല. അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല. യാക്കോബ് ഗൃഹമേ, ഇതെന്തൊരു വാക്കാകുന്നു! യഹോവ മുൻകോപിയോ? അങ്ങനെയോ അവന്റെ പ്രവൃത്തികൾ? നേരായി നടക്കുന്നവനു എന്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? മുമ്പേ തന്നെ എന്റെ ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു. യുദ്ധവിമുഖന്മാരായി നിർഭയന്മാരായി കടന്നുപോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എന്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചു കളയുന്നു. പുറപ്പെട്ടു പോകുവീൻ. കഠിനനാശത്തിനു കാരണമായിരിക്കുന്ന മാലിന്യം നിമിത്തം ഇത് നിങ്ങൾക്ക് വിശ്രാമസ്ഥലമല്ല.
ഒരുത്തൻ കാറ്റിനെയും വ്യാജത്തെയും പിൻചെന്നു, ഞാൻ വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും നിന്നോട് പ്രസംഗിക്കും എന്നിങ്ങനെയുള്ള വ്യാജം പറഞ്ഞാൽ അവൻ ഈ ജനത്തിന് ഒരു പ്രസംഗിയായിരിക്കും. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും, യിസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെപ്പോലെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവർ തകർത്തു ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. മീഖ 3-1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 3-1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ പറഞ്ഞത്, യാക്കോബിന്റെ തലവന്മാരും യിസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ കേൾപ്പീൻ. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? നിങ്ങൾ നന്മയെ ദ്വേഷിച്ചു തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേൽ നിന്ന് ഊരിച്ചു കളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഓടിച്ചു കലത്തിലിടുവാൻ എന്ന പോലെയും കുട്ടകത്തിനകത്തെ മാംസം പോലെയും മുറിച്ചു കളയുന്നു. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരമരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലത് ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധയുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോകുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിന്റെ ഉത്തരമില്ലായികൊണ്ട് അവർ ഒക്കെയും വായ്പൊത്തും. എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും യിസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചുകളയുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും യിസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. അവർ സീയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സീയോനെ വയൽ പോലെ ഉഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. മീഖ 4-1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 4-1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയം ഉള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്നു, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സീയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സീയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. നീയോ ഏദർ ഗോപുരമേ, സീയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും പൂർവാധിപത്യം, യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. നീ ഇപ്പോൾ ഇത്ര ഉറക്ക നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ?
ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ വേദനപ്പെട്ട് പ്രസവിക്ക. ഇപ്പോൾ നീ നഗരം വിട്ടു വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കൈയിൽ നിന്ന് ഉദ്ധരിക്കും. ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ആഗ്രഹിക്കുന്നതുമില്ല. കറ്റകളെപ്പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രിയെ, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. മീഖ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ, പടക്കൂട്ടമായി കൂടുക. അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രയേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിനു അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അവർ നിർഭയം വസിക്കും. അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ സമാധാനമാകും. അശ്ശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷപ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശ്ശൂർ ദേശത്തെയും അതിന്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾകൊണ്ട് പാഴാക്കും. അശ്ശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കൈയിൽ നിന്ന് വിടുവിക്കും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞുപോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയും ആകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയുമാകും. അത് അകത്ത് കടന്നാൽ ചവിട്ടി കടിച്ചു കീറിക്കളയും. വെടിവയ്പാൻ ആരും ഉണ്ടാകയില്ല. നിന്റെ കൈ നിന്റെ വരികൾക്ക് മീതെ ഉയർന്നിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ രഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളെ ഒക്കെയും ഇടിച്ചു കളയുകയും ചെയ്യും. ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെ നിന്റെ കൈയിൽ നിന്ന് ഛേദിച്ചു കളയും. ശകുനവാദികൾ നിനക്ക് ഇനി ഉണ്ടാകുകയുമില്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല. ഞാൻ നിന്റെ അശേരപ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയുകയും നിന്റെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്തവണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. മീഖ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രയേലിനോട് വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മൂഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹ്റോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ?
1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ, എന്റെ ആദ്യജാതനെ ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ. ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ളയളവുമുണ്ടോ? കള്ളത്തുലാസും കള്ളപ്പടികൾ ഇട്ട സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലനായി എണ്ണുമോ? അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാരാകുന്നു. അതിന്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളത് തന്നെ. ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല. വിശപ്പ് അടങ്ങുകയുമില്ല. നീ നീക്കിവെക്കും, ഒന്നും സ്വരൂപിക്കയില്ല താനും. നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. നീ വിതയ്ക്കും, കൊയ്യുകയില്ല. നീ ഒലിവുകായി ചവിട്ടും, എണ്ണ പൂശുകയില്ല. മുന്തിരിപ്പഴം ചവിട്ടും, വീഞ്ഞു കുടിക്കയില്ല താനും. ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസ വിഷയവും ആക്കേണ്ടതിനും നിങ്ങൾ എന്റെ ജനത്തിന്റെ നിന്ന വഹിക്കേണ്ടതിനും ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിന്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു. അവരുടെ ആലോചനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു. മീഖ 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മീഖ 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് അയ്യോ കഷ്ടം! പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പെറുക്കുന്നതുപോലെയും ഞാനായല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയുമില്ല. ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു. ഓരോരുത്തൻ താന്റെ സഹോദരനെ വലവെച്ച് പിടിപ്പാൻ നോക്കുന്നു. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു. ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം, നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ അവരുടെ പരിഭ്രമം വന്നു ഭവിക്കും. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്തു നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവനെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെയെന്നു എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണു അവളെ കണ്ട് രസിക്കും. അന്നു അവളെ വീഥികളിലെ ചെളിപോലെ ചവിട്ടിക്കളയും. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു. അന്നാളിൽ നിന്റെ അതിർ അകന്നുപോകും. അന്നാളിൽ അശൂരിൽ നിന്നും മിസ്രയീം പട്ടണങ്ങളിൽ നിന്നും, മിസ്രയീം മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീരും. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. പുരാതന കാലത്ത് എന്ന പോലെ അവർ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈവയ്ക്കുകയും ചെകിടരായിത്തീരുകയും ചെയ്യും. അവർ പാമ്പുപോലെ പൊടിനക്കും. നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ട് വരും. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. അകൃത്യം ക്ഷമിക്കുകയും
തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാവങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ടുകളയും. പുരാതനകാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും.